നമസ്കാരം ഹബീബീസ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് നിങ്ങളുടെ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതുമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ബിസിനസ് ഐഡിയ ഏത് തുടങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങാനാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് വിജയങ്ങളിലേക്ക് കൈവരിച്ച ഒരുപാട് ആളുകളും ഉണ്ട്, ഒരുപാട് പരാജയങ്ങൾ നേടിയവരുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവർക്ക് വന്നുപോയ പരാജയങ്ങൾക്കും ഇനി തുടർന്നുള്ള വിജയങ്ങൾക്ക് നേടുവാനായിട്ടുള്ള ഒരു 4-5 ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തേത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഇടം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ആറ്റിങ്ങ മുതൽ ആലങ്കോട് വരെ ഇതിൻ്റെ ഇടയ്ക്ക് മെൻസ് വെയർ ഇല്ല, അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സ്റ്റോർ ഇല്ല, പകരം നമുക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവുകയും അതിനുശേഷം നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഷോപ്പുകൾ കണ്ടെത്തുകയും ഇങ്ങനെ കുറേ ഇന്റീരിയറിൽ ചെയ്യുകയും ബോംബെയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയിട്ട് നമ്മൾ പ്രൊഡക്ഷനുകൾ എടുക്കുമ്പോൾ നമുക്ക് മേ ബി ആ ഒരു വിചാരിക്കുന്ന ബിസിനസ്, നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പ്രോഫിറ്റുകളും നമ്മൾ ആദ്യം ചിന്തിക്കുന്ന രീതിയിലുള്ള ഐഡിയകളും വർക്കൗട്ട് ആവാതെ വരികയും ബിസിനസ് ഫ്ലോപ്പ് ആകുകയും ചെയ്യുന്നു. പക്ഷേ നമുക്കിതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തേത്, കാലം മാറുമ്പോൾ നമ്മൾ മാറുന്നത് പോലെ തന്നെ നമ്മളുടെ ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് കറക്റ്റ് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ബിസിനസ്സുകളാണ്. എല്ലാവരും പറയുന്ന ഒരു മെയിൻ ടോണുണ്ട്, ഇപ്പോൾ എല്ലാം ഓൺലൈൻ ബിസിനസ് അല്ലേ, നമുക്ക് സാധാരണയായിട്ട് കച്ചവടം കുറവാണ്, എല്ലാവരും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ എങ്ങനെയാണ് എന്നുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ഓൺലൈനിലേക്ക് മാറിക്കൂടാ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ പ്ലാറ്റ്ഫോമുകളെല്ലാം ഫ്രീ ആണ്. നമുക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓപ്ഷനുകളും ഇവർ നൽകുന്നുണ്ട്. നമ്മൾ ആ ഒരു വേയിലൂടെ മാക്സിമം നമ്മളുടെ ബിസിനസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓഫറുകൾ, എല്ലാ ഓഫറുകളും നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഒരു മടിയും വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം, ഒരു 50 പേര് കണ്ടാൽ മതി. അത് തന്നെയാണ് നമ്മൾക്ക് ബിസിനസ് നടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ്. മൂന്നാമത്തേത്, ബെസ്റ്റ് കളക്ഷൻ. നമ്മളുടെ കയ്യിൽ 5 ലക്ഷമോ 10 ലക്ഷം രൂപ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഏരിയയിൽ വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള കളക്ഷനുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മൂന്നാമതായി നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ബാംഗ്ലൂർ, ബോംബെ, എറണാകുളം, കാലിക്കറ്റ് എന്നുള്ള ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഏത് ഐറ്റമാണ് നമ്മളുടെ ഏരിയയിൽ പോകുന്നത്, ഏത് ടേസ്റ്റിലുള്ള ഏത് പ്രൈസിലുള്ള ഐറ്റമാണ് നമ്മളുടെ ഏരിയയിൽ പോകുന്നത് എന്നുള്ളതിലാണ് മെയിൻ കാര്യം. ഇവിടെ ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായും വിജയം ഉറപ്പ്. നാലാമത്തേത് മാനേജ്മെന്റിങ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഷോപ്പിൽ എത്ര കോടി രൂപയുടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്റ്റാഫുകളെയും അതിന്റെ പർച്ചേസിങ് സിസ്റ്റത്തെയും മാനേജ് ചെയ്യുന്നതിലാണ് നമ്മളുടെ മെയിൻ കാര്യം ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എത്രത്തോളം കുറഞ്ഞ രീതിയിൽ സാലറി കിട്ടുമോ അത്രത്തോളം സ്റ്റാഫുകളെ എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ ഇവിടെ ബാധിക്കുന്നത് നമ്മളുടെ കച്ചവടത്തെ തന്നെയാണ്. ഇനിയുള്ളതാണ് പ്രധാന കാര്യം, അതായത് ഇന്റീരിയർ. പണ്ടൊക്കെ ഇന്റീരിയറിന് പ്രാധാന്യമില്ലാത്ത ഒരു സാഹചര്യം, സമയ സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് ഇന്റീരിയറിലേക്ക് ഒരുപാട് ഘടന സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഒരുപാട് ആൾട്രേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്ഥാപനങ്ങൾ അൾട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രൂപയുടെ മെറ്റീരിയൽസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം സുലഭമായിട്ട് നമുക്ക് പാനലുകളും വുഡൻ പാനലുകളും റോക്ക് പാനലുകളും അങ്ങനെയുള്ള പാനൽ മെറ്റീരിയൽസ് ഐറ്റംസുകൾ കൊണ്ട് കട എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ജിപ്സം കൊണ്ട് നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഭംഗി കൊടുക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. ഈ 5ാമത്തെ കാര്യത്തിന് കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് വെറുതെ ഡെഡ് മണി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതേ പൈസയ്ക്കും കൂടെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൂടെ എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഒരുപാട് രൂപയുടെ പ്രൊഡക്റ്റുകൾ ഇല്ല എങ്കിൽ പോലും നമ്മളുടെ ഷോപ്പ് എത്രത്തോളം ക്യൂട്ടായിരിക്കുന്നു, എത്രത്തോളം നല്ല രസമായിരിക്കുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഷോപ്പിൽ മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ളത്, ഒരു ക്ലോത്തിങ് സ്റ്റോറിനെ സംബന്ധിച്ച് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള മെയിൻ ഘടന എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുള്ള കളേഴ്സ് കൊടുക്കാതിരിക്കുക. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള 2 കളറുകൾ, അതിപ്പോൾ ഒരു കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, പക്ഷേ 1-2 കളറുകൾ നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിൻ്റെ നെയിം ബോർഡുകളും പേരുകളും അങ്ങനെ ഒരുപാട് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരുപാട് ഒരു നിര തന്നെ ഉണ്ട്. ഡോട്ടിട്ട് പറയുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ എനിക്കൊരു ആഗ്രഹം നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കണമെന്ന്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, അഭിപ്രായങ്ങൾ പലതുണ്ടായിരിക്കാം, ഇങ്ങനെയല്ല നീ പറയുന്നതിൽ തെറ്റുണ്ടായിരിക്കണം എന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഞങ്ങൾ ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും ഞങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതെല്ലാം
നിങ്ങൾക്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അറിവിനെ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.